പ്രൈസ് ദ ലോർഡ്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 36 വരെയുള്ളതായ വേദവാക്യങ്ങൾ. അർത്ഥവശിഷ്ട രാജാവിൻ്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവന തലവന്മാരും അവരുടെ വംശാവലികളുമാവിത്. ഫിനഹാസിൻ്റെ പുത്രന്മാരിൽ ഗേർഷോം, ഇഥാമാരിൻ്റെ പുത്രന്മാരിൽ ദാനിയേൽ, ദാവീദിൻ്റെ പുത്രന്മാരിൽ ഹത്തൂഷ്, ശെഖന്യാവിൻ്റെ പുത്രന്മാരിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ സെക്കരിയാവും അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന 150 പുരുഷന്മാരും, പഹത്മോവാബിൻ്റെ പുത്രന്മാരിൽ സെരഫ്യാവിൻ്റെ മകനായ യെലോഹോവോനെയും അവനോട് കൂടെ 200 പുരുഷന്മാരും, ശെഖന്യാവിൻ്റെ പുത്രന്മാരിൽ യഹസിയേലിൻ്റെ മകനും അവനോടുകൂടെ 300 പുരുഷന്മാരും, ആദീൻ്റെ പുത്രന്മാരിൽ യോനാഥാൻ്റെ മകനായ ഏബേദും അവനോടുകൂടെ 50 പുരുഷന്മാരും, ഏലോമിൻ്റെ പുത്രന്മാരിൽ അഥല്യാവിൻ്റെ മകനായ യെശയ്യാവും അവനോടുകൂടെ 70 പുരുഷന്മാരും, ശഫത്യാവിൻ്റെ പുത്രന്മാരിൽ മിഖായേലിൻ്റെ മകനായ സെഫദ്യാവും അവനോടുകൂടെ 80 പുരുഷന്മാരും, യോവാബിൻ്റെ പുത്രന്മാരിൽ യഹിയേലിൻ്റെ മകനായ ഒബദ്യാവും അവനോടുകൂടെ 218 പുരുഷന്മാരും, ശെലോമീത്തിൻ്റെ പുത്രന്മാരിൽ യോസിർഫ്യാമിൻ്റെ മകനും അവനോടുകൂടെ 160 പുരുഷന്മാരും, ബേബായിയുടെ പുത്രന്മാരിൽ ബേബായിയുടെ മകനായ സെക്കരിയാവും അവനോടുകൂടെ 28 പുരുഷന്മാരും, അസാദിൻ്റെ പുത്രന്മാരിൽ ഹക്കാദാൻ്റെ മകനായ യോഹന്നാനും അവനോടുകൂടെ 110 പുരുഷന്മാരും, അദോനിക്കാമിൻ്റെ ഒടുവിലത്തെ പുത്രന്മാരിൽ എലിഫലത്ത്, യയിയേൽ, ശെമയ്യാവ് എന്നിവരും അവരോടുകൂടെ 60 പുരുഷന്മാരും, ബിഗ്വായുടെ പുത്രന്മാരിൽ ഉദായിയും സബൂദും അവരോടുകൂടെ 70 പുരുഷന്മാരും. ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. ആകയാൽ ഞാൻ ഏലിയേസർ, അരിയേൽ, ശെമയ്യാവ്, എൽനാഥാൻ, യാരീബ്, എൽനാഥാൻ, നാഥാൻ, സെക്കരിയാവ്, മെശുല്ലാം എന്നീ തലവന്മാരെയും യോയാരീബ്, എൽനാഥാൻ എന്ന ഉപാധ്യായമാരെയും വിളിപ്പിച്ചു. കാസെഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇദ്ദോവിൻ്റെ അടുക്കൽ അയച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിന് ശുശ്രൂഷകന്മാരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവർ കാസിഫ്യാവിലെ ഇദ്ദോവോടും അവൻ്റെ സഹോദരന്മാരായ ദൈവാലയദാസന്മാരോടും പറയേണ്ടുന്ന വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നതിനാൽ അവർ ഇസ്രായേലിൻ്റെ മകനായ ലേവിയുടെ മകനായ മഹ്ലിയുടെ പുത്രന്മാരിൽ വിവേകമുള്ള ഒരു പുരുഷൻ ശെരബ്യാവ്, അവൻ്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ 18 പേരെയും, മെരാരി പുത്രന്മാരിൽ ഹസ്ബ്യാവ് അവനോടുകൂടെ യെശയ്യാവ് അവൻ്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ 20 പേരെയും, ദാവീദും പ്രഭുക്കന്മാരും ലേവ്യർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദൈവാലയദാസന്മാരിൽ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ചു വെച്ചിരുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ശെരബ്യാവെയും ഹശബ്യാവെയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. രാജാവും എൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രായേൽ ഒരുക്കുകയും നമ്മുടെ ദൈവത്തിൻ്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാൻ അവർക്ക് തൂക്കിക്കൊടുത്തു. ഞാൻ അവരുടെ കയ്യിൽ 650 താലന്ത് വെള്ളിയും 100 താലന്ത് വെള്ളി ഉപകരണങ്ങളും 100 താലന്ത് പൊന്നും 1000 തങ്കക്കാശ് വിലയുള്ള 20 പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിലയുള്ളതായി മിനുക്കിയ നല്ല താമ്രം കൊണ്ടുള്ള 2 പാത്രങ്ങളും തൂക്കിക്കൊടുത്തു. ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് ഔദാര്യദാനമാകുന്നു.
നിങ്ങൾ അവയെ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രധാനികൾക്കും ഇസ്രായേലിൻ്റെ പിതൃഭവന പുത്രന്മാർക്കും തൂക്കി ഏൽപ്പിക്കും വരെ ജാഗരിച്ച് കാത്തുകൊള്ളുവീനെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരൂശലേമിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. യെരൂശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം പാർത്തു. 4-ാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഊരിയ പുരോഹിതൻ്റെ മകനായ മെരോമോത്തിൻ്റെ കയ്യിൽ തൂക്കിക്കൊടുത്തു. അവനോടുകൂടെ ഫീനഹാസിൻ്റെ മകനായ എലയാസാരും അവരോടുകൂടെ യേശുവയുടെ മകനായ യോസാബാദ് ബിന്നുവിടെ മകനായ നൊബേദ്യാവ് എന്നീ ലേവ്യരുമുണ്ടായിരുന്നു. എല്ലാം എണ്ണപ്രകാരവും തൂക്കപ്രകാരവും കൊടുത്തു. തൂക്കമൊക്കെയും ആ സമയം തന്നെ എഴുതി വെച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രായേലിനു വേണ്ടി 12 കാളയെയും 96 ആട്ടുകൊറ്റിനെയും 77 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റിനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. അവർ രാജാവിൻ്റെ ആജ്ഞാപത്രങ്ങൾ നദിക്കിക്കരെ രാജാവിൻ്റെ സംസ്ഥാനപതിമാർക്കും നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.